ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഡോക്ടർ അഞ്ജുലക്ഷ്മി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉലുവ വെള്ളം ദിവസവും കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്, നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. പല രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ നമ്മൾ ഉലുവ ഉപയോഗിക്കാറുണ്ട്. വൈറ്റമിൻസും മിനറൽസും അയൺ, മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഉലുവ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവ ദിവസവും നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിയുന്നതിന് മുമ്പ് ഉലുവ എങ്ങനെയാണ് നമുക്ക് ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വെള്ളം കുടിക്കേണ്ടത് എന്ന് നോക്കാം. അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 സ്പൂൺ ഉലുവ എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വേണം കുടിക്കാൻ. അത് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ടും കൂടെ എടുത്ത് കുടിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അരിച്ചെടുത്തിട്ട് കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പം വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തും കുടിക്കാവുന്നതാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും ഉലുവ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വെള്ളം വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാകാൻ സഹായിക്കും. അതായത് ദഹനക്കേട് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനക്കേട് മാറ്റാനും അതേ കണക്ക് തന്നെ മലബന്ധമുള്ളവർക്ക് അത് മാറാനും വയറ്റിലുണ്ടാകുന്ന ബ്ലോട്ടിങ് കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇത് കൂടാതെ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ഉലുവ മെറ്റബോളിക് റേറ്റ് കൂട്ടാനും സഹായിക്കും. അതേ കണക്ക് തന്നെ ഫാറ്റ് ഡിപ്പോസിഷൻ കുറയ്ക്കാനും സഹായിക്കും. ഇത് കൂടാതെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. രക്തക്കുഴലുകളിലെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് മാത്രം കുടിച്ചാൽ മതി, മരുന്ന് കഴിക്കേണ്ട എന്നല്ല. മരുന്നിൻ്റെയൊക്കെ ഒപ്പം തന്നെ നമുക്ക് ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് എന്ന് മാത്രം. കൂടാതെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ടുള്ള ഗുണവും ഉലുവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. മെനോപോസിൻ്റെ സമയത്ത്, അതായത് ആർത്തവം നിന്ന് കഴിഞ്ഞ് സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാനും ഇത് സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അതേ കണക്ക് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഉലുവയുടെ വെള്ളം. മുഖക്കുരു കുറയാനും അതേ കണക്ക് തന്നെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും അത് നമുക്ക് നാച്ചുറലായിട്ടൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് വഴി സഹായിക്കും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. മുടി വളരാൻ സഹായിക്കും. അതേപോലെ തന്നെ താരൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തലയോട്ടിയിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറാനായിട്ടും ഇത് സഹായിക്കും. താരനൊക്കെ പോകാനായിട്ട് നമ്മൾ എക്സ്റ്റേണലി തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. നിങ്ങൾക്ക് ദിവസവും കുടിക്കാവുന്നതാണ്. പക്ഷേ ചിലവർക്ക് നമുക്ക് ഗ്യാസ്ട്രൈറ്റീസിന് എതിരെ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ചിലവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ വയറിനൊരു ഇറിറ്റേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരത് കണ്ടിന്യൂ ചെയ്യേണ്ട, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.